പിടിക്കുന്ന ചന്തക്കാലമാണ് കൊണ്ടത്തരാം കിങ്ങിത്തല്ലേ എന്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാ തമ്പി പോരാമോ എന്നിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ പിന്നെ കാലം തിത്തേ തിത്തേ തന്നിട്ട് പുതന്നൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഒരാളും കൂടി ഉണ്ട് മിണ്ടാതിരിക്കുന്നതാണ്, ഇതുവരെ മിണ്ടാത്ത ആരാണ്? ധ്യാൻ അല്ലേ? ധ്യാൻ കൃഷ്ണ. ധ്യാൻ കൃഷ്ണ എന്ത് ചെയ്യും? ഒരു ഏത് സ്കൂളാണ് പഠിക്കുന്നത് ധ്യാൻ കൃഷ്ണ? അമൃതവിദ്യാലയം. ആ, അമൃതവിദ്യാലയം. ഇതൊക്കെ ശരിക്കും മയക്കി പിടിച്ചോളൂ, ഇത് ഞാൻ തരാം കേട്ടോ. അടുത്ത് പിടിച്ചു പാടിക്കോളൂ. Ding dong bell, pussy sunderbell, put her in, little Tommy tin, put her out, what a naughty boy last there, weapon pussy cat. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, ഇവിടെയുള്ള എല്ലാവരും സ്മാർട്ടാണ്, ഒരു സംശയം വേണ്ട. പല രക്ഷിതാക്കളും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെന്താ പരിപാടി, എങ്ങനെയാണ് കുട്ടികൾക്കുള്ള, എന്താണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും മുൻകൂട്ടി പറയാൻ പറ്റുമോ, അല്ലെ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചതാണ്. സംശയത്തോട് ഒരു സംശയം വേണ്ട. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് കുട്ടികളുടെ ഭാവന വരുന്നത്. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇത്തരം നാട്ടിൻപുറങ്ങളിൽ ഇതൊന്നും അല്ലാതെ ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെന്നാൽ മതി, കുട്ടികൾ ബാക്കി നിർവഹിച്ചോളും. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ പരിപാടികൾ നടത്തുന്നതൊക്കെ ഒരു മടിയും കൂടാതെ കുട്ടികളെ കൊണ്ടുവരാം. ഇനി ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു ചെറിയ പരിപാടി. ഞാൻ നിങ്ങളോട് ചോദിക്കില്ല, ചെറിയൊരു പ്രോഗ്രാം. ഞാൻ പറയുന്ന പോലെ തന്നെ ഏറ്റവും സ്പീഡിൽ പറയുന്നത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഞാൻ ഇവിടെ പറയാൻ പോകില്ല, അത് സ്പീഡിൽ പറയണം. ശ്രദ്ധിച്ചോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്താണ് ഞാൻ പറയുന്നത് വളരെ വേഗത്തിൽ തെറ്റാതെ പറയണം. നിങ്ങൾ കേട്ടുള്ള പരിപാടി തന്നെയാണ് ഞാൻ പറയാം. അതെത്ര വട്ടമാണ് അത്ര വട്ടം പറയുന്ന ആൾക്കാണ് അതിന്റെ സ്മാർട്ട്നെസ് ഞങ്ങൾ കണക്കാക്കാം. എന്താ പറയാൻ പോകുന്നത്? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ഇത് വളരെ വേഗത്തിൽ ആർക്ക് പറയാൻ പറ്റും? ആ കൈ ഇവിടെ തുടങ്ങി. ആ തീർച്ചയായിട്ടും അറിയാം. Red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, red bulb, blue. ഓക്കെ. ആ വേഗത്തിൽ പറയും. Red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb. Yes. നൈസ്. ഇവിടെ ആരൊക്കെയോ കൈ വെക്കില്ലോ. ആ Red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb. വെരി ഗുഡ്. red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb. വെരി ഗുഡ്. പരിപാടി അതാ ഇവിടെ ആരൊക്കെ പറഞ്ഞത്? Red bulb, blue bulb, 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 red bulb. ഓക്കെ. Red bulb, blue bulb. Red bulb, red bulb. Red bulb, blue bulb, red bulb, blue bulb. Okay. Red bulb, blue bulb, red bulb, blue bulb. very good. രണ്ടു തവണ. ഇനി ആരാണ് ഉപയോഗിക്കുന്നത്? ആ പറ. Red bulb, blue bulb. Red bulb, red bulb, blue bulb, ഹലോ പറ. Red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb, red bulb, blue bulb. ചിരിച്ചു അവർക്കെന്ത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് അവർ. ഇനി ആരെങ്കിലും ഇല്ലല്ലോ? ഒരു കാര്യം വ്യക്തമാക്കാം ഇതിലൂടെ. ഇത് ഒരു കോൺസെൻട്രേഷൻ, നമ്മുടെ ആ ശ്രദ്ധയുടെ ഭാഗമാണത്. നമ്മുടെ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ്. വളരാത്തതും അതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ മനസ്സ് നമ്മൾ അതിന്റെ ഒരു ചെന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഇവർ ചെയ്തു, ആ കുട്ടി ചെയ്തു, അത് ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇതുപോലെയുള്ള അവസരങ്ങൾ, ഇന്റലിജൻസ് ഇതൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സന്ദേശമാണ്. അത് വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വാക്കുകൾ. അത് മനസ്സിൽ ഉറപ്പിച്ച ശേഷം തുടങ്ങുക. ഓക്കെ, അത് നല്ല രസമാണ്. ലാസ്റ്റ് പോർഷനാണ്. ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഇവിടെ വാങ്ങാണ്. ഒരു ആക്ഷൻ ഞാനിവിടെ കാണിക്കാം. അതേപോലുള്ളൊരു ആക്ഷൻ